ദൈവത്തിൻ്റെ മഹത്വം നമ്മെ വിട്ട് നിത്യതയിൽ ദൈവത്തിൻ്റെ മഹത്വത്തിൽ പ്രവേശിച്ച പ്രിയ ഒരു സാക്ഷിയാൽ സഹായിച്ചു പുറത്ത് സ്തുതിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വിശ്രമമെങ്കിൽ അധ്വാനിച്ച് ശുശ്രൂഷ ചെയ്ത് കർത്താവിൻ്റെ സൗരഭ്യവാസന പരത്തിക്കൊണ്ട് തൻ്റെ പൂർണ്ണമായ ഒരു ജീവിതം നയിക്കാൻ പ്രിയ പാസ്റ്റർ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നമുക്ക് ദുഃഖമെങ്കിലും വേർപാട് സ്വർഗത്തിന് ലാഭമായി സിയോനിൽ ഒരു വലിയ കല്ലിലൂടെ ചേർക്കപ്പെട്ടതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിക്ടറപ്പച്ചൻ സുഖമില്ലാതെ സൗഖ്യം പ്രാപിച്ച സമയത്ത് എന്നോട് പ്രകാരം പറഞ്ഞു, ഞാൻ പ്രാപിച്ച സൗഖ്യത്തെക്കുറിച്ച് നീ സാക്ഷി പറയണമെന്ന് പറയുകയുണ്ടായി. അപ്രകാരം വിക്ടറപ്പച്ചൻ കളയിക്കാവിടെ വെച്ച് സുഖമില്ലാതായി മരണത്തിൻ്റെ വക്കോളം എത്തുകയുണ്ടായി. എന്നാൽ അവിടെ നിന്ന് അല്പമായ ഒരു വിടുതൽ ലഭിച്ചു. വീണ്ടും സൗഖ്യമില്ലാതെയായി. അപ്രകാരം എരുത്താവ് എന്ന് പറയുന്ന പ്രദേശത്ത് കടന്നു വരുവാനിടയായി. വീൽ ചെയറിൽ എടുത്താവുന്നു അപ്പച്ചൻ്റെ റൂമിൽ കൊണ്ടുവന്നത്. അപ്രകാരം ഏകദേശം 3 മാസത്തോളം ഞങ്ങൾ ശുശ്രൂഷിക്കുകയുണ്ടായി. അങ്ങനെ ഇരിക്കെ തിരുവനന്തപുരം കുറ്റ്യാടി എന്ന് പറയുന്ന ആ സഭയിൽ വെച്ച് ഒരു ഫുൾ നൈറ്റ് പ്രാർത്ഥന നടക്കുകയുണ്ടായി. ആ പ്രാർത്ഥനയിൽ നമ്മുടെ ഇപ്പോഴത്തെ തിരുവല്ല സെൻട്രപ്പച്ചൻ കുഞ്ഞുമോനപ്പച്ചൻ 3:30 മണിയോടനുബന്ധിച്ച് വിക്ടറപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് വിക്ടറപ്പച്ചൻ്റെ മേൽ വലിയൊരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുകയുണ്ടായി. ഒരു പുതുതായി അഭിഷേകം പ്രാപിക്കുന്ന ഒരു വ്യക്തിയെ ആത്മാവിൽ സംസാരിച്ച് നൃത്തം ചെയ്യുമ്പോൾ അതുപോലെ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ റൂമിൽ ഞാനും വേറൊരു സഹോദരനും ഉണ്ടായിരുന്നു. അതേ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കുകയും ദൈവത്തിൽ സന്തോഷിക്കുന്നതായ ഒരു അനുഭവം, പുതുതായി അഭിഷേകം പ്രാപിച്ച് ആ ഒരു അനുഭവമാവുന്നു ആ സമയത്തുണ്ടായത്. അപ്പോൾ റൂമിന് പുറത്തുള്ളവരും മറ്റ് സഹോദരന്മാരെല്ലാം റൂമിനകത്ത് വരികയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു വ്യാപാര ശക്തി അവിടെ ഉണ്ടാവുകയും ചെയ്തു. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞെല്ലാം ശാന്തമായി എല്ലാവരും പുറത്തു പോവുകയുണ്ടായി. ഞാനും വേറൊരു സഹോദരനും അപ്പച്ചനും മാത്രം റൂമിലായി. അങ്ങനെ എനിക്ക് ഏകദേശം ഒരു 5 മണിയോട് അടുപ്പിച്ച് അപ്പച്ചൻ കിടക്കുകയായിരുന്നു. കിടക്കുവാൻ കഴിയില്ല, കിടക്കുക, എഴുന്നേക്കുക, ഇരിക്കുക, അപ്രകാരമായിരുന്നു. പെട്ടെന്ന് ചാടി കട്ടിലിരുന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, റൂം മുഴുവനും സൗരഭ്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നീ കാണുന്നില്ലേ? എവിടെ നിന്നാ സൗരഭ്യം വരുന്നത്? നീ മണക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല അപ്പച്ച, എനിക്കറിയില്ല എന്ന് പറഞ്ഞ്, ഇല്ല റൂം മുഴുവനും സൗന്ദര്യം പരന്നിരിക്കുന്നു. ഞാൻ കേട്ട്, എന്ത് സൗന്ദര്യം അപ്പച്ച? അത് ഗിലെയാദിൽ നിന്ന് സൗരഭ്യവാസന പുറപ്പെട്ടു വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്രകാരം പറഞ്ഞു. താൻ വീണ്ടും മയക്കത്തിലോട്ട് പോയി. വീണ്ടും 1 നിമിഷം കഴിഞ്ഞ് വീണ്ടും താൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അത് ഗിലെയാദിന്റെ സൗരഭ്യം റൂം മുഴുവനും പരന്നുകൊണ്ടേയിരിക്കുന്നു, നീ അത് ആസ്വദിക്കുക. ആ ചുറ്റും പരവശനായി നോക്കുന്നു, എവിടെ നിന്നാവുന്നു സൗന്ദര്യം വരുന്നത്. അപ്പോൾ വീണ്ടും താൻ പറയുന്നു, ഗിലെയാദിൽ നിന്ന് സൗരഭ്യം പുറപ്പെട്ടു വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന്. വീണ്ടും താൻ പെട്ടെന്ന് മയക്കത്തിലായി. വീണ്ടും 1 മിനിറ്റ് കഴിഞ്ഞ് താൻ പെട്ടെന്ന് എണീറ്റ് പ്രകാരം പറഞ്ഞു, ആ ഗിലെയാദിന്റെ സൗരഭ്യം എൻ്റെ ശരീരത്തിന്മേൽ അടിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയോ. ഇത് താൻ പറയുകയും പെട്ടെന്ന് താൻ മയക്കത്തിലാവുകയും ചെയ്തു. അതുവരെ താൻ മാസങ്ങളായി ഉറങ്ങാതിരുന്ന താൻ ഒരു 5 മിനിറ്റ് പോലും കണ്ടിന്യൂ ഉറങ്ങുവാൻ പറ്റാതിരുന്ന താൻ ഒരു 2 മണിക്കൂർ ഉറങ്ങി എഴുന്നേൽക്കുകയുണ്ടായി. അപ്പോൾ തനിക്ക് പൂർണ്ണമായ ഒരു സൗഖ്യം ലഭിക്കുകയുണ്ടായി. ആ സൗഖ്യം എന്നെ കാണുവാൻ എനിക്കും ദൈവം കൃപ ചെയ്തു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇതൊരു വെള്ളിയാഴ്ച രാവിലെ ആവുന്നു. ശനിയാഴ്ച കഴിഞ്ഞ് ഞായറാഴ്ച സഭായുഗമുണ്ട്. ഞായറാഴ്ച രാവിലെ സഭായുഗത്തിൽ എല്ലാവരും പോയപ്പോൾ ഞാനും അപ്പച്ചനും മാത്രമായിരുന്നു റൂമിലുണ്ടായിരുന്നത്. പെട്ടെന്ന് ഒരു 10 മണിയോടനുബന്ധിച്ച് അപ്പച്ചൻ ഒരു കൊച്ചുകുട്ടിയെ പോലെ പൊട്ടിക്കരയുന്നത് ഞാൻ കണ്ടു. ഓടിപ്പോയി, അപ്പച്ച ശരീരം വേദനയായിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ, ഇല്ല ഞാൻ പിന്നെ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഒരു പേനയും പേപ്പറും എടുത്തുകൊണ്ട് വരുവാൻ പറഞ്ഞു. ഞാൻ കൊണ്ടുവന്ന് അപ്പച്ചൻ്റെ കൊടുത്തു. ഇല്ല നീ എഴുതെന്ന് പറഞ്ഞു. അങ്ങനെ അപ്രകാരം അപ്പച്ചൻ ഒരു പാട്ട് പാടുകയുണ്ടായി. ആ പാട്ട് ഞാൻ എഴുതുകയുണ്ടായി. അതാകുന്നു ഇപ്പോൾ എറണാകുളം കൺവെൻഷന്റെ 2ാമത്തെ ആ പാട്ട് നമ്മുടെ വിക്ടറപ്പച്ചൻ എഴുതിയതാകുന്നു. അപ്രകാരം വിക്ടറപ്പച്ചൻ കൂടെ ദൈവിക നന്മകൾ അനുഭവിപ്പാൻ, ആ സൗഖ്യമാക്കുന്ന കരം അനുഭവിച്ചറിയുവാൻ ദൈവം എന്നെ സഹായിച്ചു. വിക്ടറപ്പച്ചന്റെ നല്ല സ്വഭാവ ഗുണങ്ങളെല്ലാം എന്റെ ജീവിതത്തിൽ പ്രാപ്തരാക്കിക്കൊണ്ട് അതേ നിത്യതയിൽ വിശുദ്ധന്മാർക്ക് അവകാശം കൊടുക്കുന്ന നല്ല നാളിൽ ദൈവസഭയോടൊപ്പം എനിക്കും അവകാശം ലഭിപ്പാൻ ദൈവം എന്നെയും സഹായിക്കണം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.